സഫ എന്ന ഒരു 27-കാരി പിടിയിലായിട്ടുണ്ട് കൊച്ചിയിൽ. എന്തിനാന്നല്ലേ, വല്ല സ്റ്റേറ്റ് അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തിയ പോലെയാണ് അവളെ നിൽപ്പും പാവൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഒരു യുവാവിനെ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച കേസിലാണ് അവളെ പിടിച്ചിട്ടുള്ളത്. ആ വീഡിയോ ഒന്ന് കേട്ടോ കേട്ടോ. വടക്കൻ പറവൂർ കുത്തിയത്തോട് ചാലക്കക്കടവിൽ വീട്ടിൽ ഷുക്കൂർ മകൾ 27-കാരി ഷഫാന ഷുക്കൂർ, ആൺസുഹൃത്ത് തൃപ്പൂണിത്തുറ ഇരുമ്പനമ്മനയിൽ മഠം വേണുഗോപാൽ മകൻ 32-കാരൻ അമൽ വേണുഗോപാൽ, സുഹൃത്തുക്കളായ ജോൺ രാഹുൽ, ആനന്ദ് മുരുകൻ. ഇവർ 4 പേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണത് കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ അമൽ ദേവ്. സമൂഹമാധ്യമം വഴിയാണ് അമൽ ദേവ് സഫാനയെ പരിചയപ്പെട്ടത്. സ്ഥിരമായി സഫാനയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈപ്പിനിൽ കാണാമെന്ന് അമൽ ദേവ് സഫാനയോട് പറഞ്ഞു. എന്നാൽ വൈപ്പിന് പകരം കടവന്ത്ര മനോരമ ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് വരാൻ സഫാന അമൽ ദേവിനോട് ആവശ്യപ്പെട്ടു. ഹോട്ടലിലെത്തിയ അമൽ ദേവ് കാണുന്നത് സഫാനയുടെ ആൺസുഹൃത്ത് അമൽ വേണുഗോപാലിനെയും ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും. സഫാനയുടെ ഫോൺ ഉപയോഗിച്ച് അമൽ വേണുഗോപാൽ ആയിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് അപ്പോഴാണ് അമൽ ദേവ് തിരിച്ചറിഞ്ഞത്. സഫാനയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർ അമൽ ദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽ ദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ടോർച്ച് ഉപയോഗിച്ച് അമൽ ദേവിന്റെ വലത് കൈപ്പത്തിക്കും അടിച്ചു. കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത അമൽ ദേവിന്റെ നഗ്നദൃശ്യങ്ങളും ഇവർ പകർത്തി. ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും ആദ്യം പിടികൂടി. സഫ്നയെയും അമലിനെയും ഇന്ന് ഉച്ചയ്ക്കാണ് വരാപ്പുഴയിൽ നിന്ന് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ആസൂത്രണത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും കാക്കനാട് വാഴക്കാലയിലെ വേഴ്സസ് ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു.